അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചത്? കിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഫ്ലവേഴ്സിന്റെ ഷോയിൽ പോകുന്ന സമയത്ത് ശ്രുതി കിച്ചുവിനെ കൊണ്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ രേണുവിന് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല പോലും. സ്വന്തം മകനെ ശ്രുതി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതിന് ഇവൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇവളുടെ തനി സ്വഭാവം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഭൂലോക കളിയാണ് ഇവൾ. മകനെ അച്ഛനെ നിന്നും അകറ്റി നിർത്തിയ ഇവളാണ് കിച്ചു എന്റെ സ്വന്തം മകനാണെന്ന് പറഞ്ഞ് നാടകം കളിച്ചിരുന്നെന്ന് ഓർക്കണം. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടൻ അനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. അനുപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റേ അനുപേട്ടച്ഛന്. അനുപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തിനായിരുന്നു? വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ടൊക്കെ അതിനിടയ്ക്കുള്ള ഒരു ഇത് പറഞ്ഞുതരാം. കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്താലേ, കിച്ചുവിനെ മരിച്ചുപോയ അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതിനിടയിൽ അവന്മാർ ഫുൾ ജോലി. ട്രിപ്പ് പോകുന്ന പോലെയാണ് ആ ചെക്കനെയും കൊണ്ട് സുധിയുടെ മൃതദേഹം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. എല്ലാം കണക്കന്നെ. സുധി മരിച്ചതിന് ശേഷം ഇവന്മാരൊക്കെ ഓരോ വേദികളിലും ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന് ഒഴിക്കിയ മുതലക്കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇതാണ് ഇവന്മാരുടെ ഒക്കെ തനി സ്വഭാവം എന്ന് പറയുന്നത്. ഇത്രയും കാലം താൻ ഇതെല്ലാം തുറന്ന് പറയാതിരുന്നത് ചിലരുടെ ഭീഷണി മൂലമാണ് എന്നാണ് കിച്ചു പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ നീ ലഹരി ഉപയോഗിക്കുന്ന കാര്യവും നിന്റെ തനി സ്വഭാവം എല്ലാം എല്ലാവരെയും അറിയിക്കും എന്ന് ആരൊക്കെ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തി പോലും. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.